നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് മരുന്ന് കട സന്ദർശിച്ചു. ഇംഗ്ലീഷ് മരുന്ന് കടയിൽ സാധാരണയായി എന്ത് സാധനമായിരിക്കും വിൽക്കാൻ വെച്ചിരിക്കുക? മരുന്നുകളായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ധാരാളമായി ക്രിസ്മസ് കേക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ വിൽപ്പനയ്ക്കായിരിക്കില്ല, അത് അവിടെ വരുന്നവർക്ക്, മരുന്ന് വാങ്ങാൻ വരുന്നവർക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആയിരിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എങ്കിലും ക്രിസ്മസ് കാലമായി, ക്രിസ്മസ് കേക്കുകളുടെ കാലമായി. ഇന്നത്തെ വിശേഷം ക്രിസ്മസ് കേക്കുകളെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവിധ ആഘോഷങ്ങളുടെ കൂടെയും ഒരു മധുര പലഹാരം പതിവാണ്. ഓണത്തിനായിട്ട് പായസമായിരിക്കും, ദീപാവലിക്കാകട്ടെ ലഡുവും ജിലേബിയുമായിരിക്കും, കുഞ്ഞുകുട്ടികളുടെ പിറന്നാളാണെങ്കിൽ ചോക്ലേറ്റ് വിതരണം ചെയ്തിട്ടായിരിക്കും. അതുപോലെ എല്ലാവിധ ആഘോഷങ്ങളോടും കൂടെ ഒരു മധുര പലഹാരം ഉണ്ടാകാറുണ്ട്. ക്രിസ്മസിനോട് ചേർത്ത് വച്ചിരിക്കുന്ന മധുര പലഹാരമാണ് ക്രിസ്മസ് കേക്ക്. കേക്കുകളുടെ ഇൻഗ്രീഡിയൻസ്, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം ഒന്ന് തന്നെയാണ്. മൈദയും പഞ്ചസാരയും മുട്ടയും വാനില എസൻസും സോഡാപ്പൊടിയും അങ്ങനെ ഉള്ള സാധനങ്ങളാണ് ബേസിക്കായിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. എല്ലാ കേക്കുകളുടെയും ബേസിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇവ തന്നെയായിരിക്കും. എങ്കിലും ഈ അടുത്ത കാലത്തായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകതകളുള്ള വ്യത്യാസങ്ങളുള്ള കേക്കുകൾ കാണാൻ പറ്റും. ബനാന കേക്ക്, ഡേറ്റ്സ് കേക്ക്, പ്ലം കേക്ക്, ടീ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, സ്പഞ്ച് കേക്ക്, കപ്പ് കേക്ക്, അങ്ങനെ കേക്കുകൾ നീണ്ട് പോകുന്നു. ഈ കേക്കുകളെല്ലാം ബേസിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരേ സംഗതി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൈദയും പഞ്ചസാരയും അതിൻ്റെ കൂടെ മുട്ടയും ചേർത്തിട്ടുള്ള കാര്യങ്ങൾ. കൂട്ടത്തിൽ കൂടുതലായിട്ട് ചേർക്കുന്നതാണ് ബനാന അല്ലെങ്കിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം, അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരം ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇങ്ങനെ പലവിധ സാധനങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി, വ്യത്യാസങ്ങളുള്ള കേക്കുകൾ ഉണ്ടാകുന്നത്. ഏറ്റവും അത്യാവശ്യം ക്രിസ്മസ് വേളയിൽ ഉപയോഗിക്കുന്നത് പ്ലം കേക്കാണ്. പ്ലം കേക്ക് ധാരാളമായി കഴിക്കുവാനായിട്ട് നമുക്ക് കാണും. അതിന് കേക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതിന് മറ്റുള്ള കേക്കുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള ഒരു രുചിയും കാണും. ഫ്രൂട്ട്സൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള കേക്കാണ് പ്ലം കേക്ക്. അതിനാൽ തന്നെ അത് കൂടുതലായിട്ട് നമുക്ക് കഴിക്കുവാൻ കിട്ടുന്ന കേക്കാണ് ഇത് പ്ലം കേക്ക്. കൂടുതലായിട്ട് കഴിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ചെറുപ്പകാലങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കേക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് പഞ്ചസാരയെല്ലാം പുറമെ തേച്ചിട്ടുള്ള ഒരു കേക്ക്, ഐസിങ് ചേർത്തിട്ടുള്ള കേക്ക്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഐസിങ് ഉള്ള കേക്കുകൾ ഞാൻ ചെറുപ്പകാലത്ത് ധാരാളമായി വീട്ടിൽ കിട്ടുമായിരുന്നു. അത് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ് ഐസിങ് കേക്ക്. സാധാരണയായി ഐസിങ് കേക്കുകളൊക്കെ ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐസിങ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. കേക്കിന് മുകളിലായി ഐസിങ്ങിൻ്റെ കോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ കേക്ക് എന്ന് പറയുന്ന സാധനം ഇതിന് ഉൾവശത്തായിരിക്കും. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഉണ്ടാകാറുള്ളൂ. അതേസമയം പ്ലം കേക്ക് ആണെങ്കിൽ
അതിൽ മുകൾ വശത്തായി വേറെ കോട്ടിംഗ് ഒന്നുമില്ല. അതിനാൽ തന്നെ മുഴുവനായും പ്ലം കേക്ക് ആയിരിക്കും കിട്ടുക. അതിനാലാണ് പ്ലം കേക്ക് ആകുമ്പോൾ നമ്മൾക്ക് കൂടുതലായി കേക്ക് കഴിക്കുവാൻ കിട്ടും എന്ന് പറഞ്ഞത്. മറ്റുള്ള സാധനങ്ങളിൽ ഐസിങ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഐസിങ് ആണ് ഏറ്റവും താല്പര്യം. ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അകത്തുള്ള സാധനം കഴിക്കുന്നതിന് വലിയ താല്പര്യമില്ല, ഐസിങ് കിട്ടുന്നതാണ് താല്പര്യം കൂടുതൽ. അത് മുട്ടായി പോലെ അത് കഷ്ണമാക്കി വായിക്കകത്ത് ഇട്ടിട്ട് ഓടി കളിക്കാൻ പോകും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ഐസിങ് ഷുഗർ ചെയ്യുന്ന കേക്കുകളുണ്ട്. അത് പക്ഷേ പേസ്ട്രി ആയിട്ടാണ് വരുന്നത്. ധാരാളമായി ക്രീം ചേർത്തിട്ടാണ്, ക്രീമി ആയിട്ടാണ് വരിക. ഇങ്ങനെയുള്ള കേക്ക് പേസ്ട്രി വാങ്ങിക്കാൻ കിട്ടും. ആ പേസ്ട്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പൊട്ടിച്ച് മുട്ടായി പോലെ വായിലിട്ടിട്ട് ഓടി കളിക്കാൻ പോകാൻ പറ്റില്ല. പേസ്ട്രി കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ കൈ കഴുകാൻ പോകേണ്ടി വരും. എങ്കിലും പുതിയ ആധുനിക കാലത്ത് വന്ന മെഷീനറിയുടെ വ്യത്യാസവും അതുപോലെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ്, അത് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തന്നെ ആണെങ്കിൽ തന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അതിന് പ്രത്യേകമായിട്ടുള്ള മെഷീനറി ഉപയോഗിക്കുമ്പോൾ അതിന് ഉണ്ടായി വരുന്ന പ്രോഡക്റ്റിന്, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിന് വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കേക്കിൽ ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഹാൻഡ് ബീറ്റർ അല്ല, മെഷീനറി ആയിട്ടുള്ള ബീറ്ററും ഒക്കെ ഉണ്ട്. അങ്ങനെ മെഷീൻ വർക്കിലാണ് ഇതെല്ലാം ബീറ്റ് ചെയ്ത് ഒക്കെ എടുക്കുക. ക്രീമും അതിനകത്ത് പഞ്ചസാരയും ക്രീമും ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്തൊക്കെ വരുന്നത് എല്ലാം മെഷീൻ വർക്കാണ്. അതിനാൽ തന്നെ അത് കൂടുതലായി സോഫ്റ്റായും ഫ്ലഫിയായും ഒക്കെ വരാറ് പതിവുണ്ട്. അത് കാരണമാണ് ഈ പേസ്ട്രിയൊക്കെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നത്. പണ്ട് കാലത്ത് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെഷീൻ വർക്കൊന്നും ധാരാളമായി ഉണ്ടായിരുന്നില്ല. എല്ലാം ഹാൻഡ് വർക്ക് തന്നെയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ ബേക്കിംഗ് ചെയ്യാറ് പതിവുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെയുള്ള ഇലക്ട്രിക് ഓവനും മറ്റുമല്ല. ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി വിറക് അടുപ്പ് തന്നെ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ മേളിലും താഴെയും കനലായി ഇട്ടിട്ട് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അടുപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ബേക്ക്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബേക്ക് ചെയ്ത റൊട്ടി ആയിരിക്കും അവരുടെ പ്രധാന ഭക്ഷണം. അങ്ങനെയുള്ള ബേക്ക് ചെയ്ത റൊട്ടിയാണ് നമ്മളിപ്പോൾ കടകളിൽ നിന്ന് പിസ്സ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അത് ബേക്ക്ഡ് റൊട്ടിയാണ്. അതിൻ്റെ മുകൾ വശത്ത് ക്രീമും മറ്റ് വെജിറ്റബിൾസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിരത്തി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. അത് യൂറോപ്യൻസിൻ്റെയൊക്കെ പ്രഭാത ഭക്ഷണമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് എന്ന് പറയുന്ന സംഗതി പണ്ടുകാലം മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അത് വിറകടുപ്പിൽ വെച്ചിട്ട് ബേക്കിംഗ് ചെയ്യുന്ന പതിവായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഇലക്ട്രിക് അവൻ ഒക്കെ ഉണ്ടായത്. അത് ഇലക്ട്രിക് അവൻ ഉണ്ടായപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് ഇപ്പോഴുള്ള കേക്കുകളിലും മറ്റും നമ്മൾ കാണുന്ന വ്യത്യാസം. ഈ ഇലക്ട്രിക് അവനും അല്ലാതെ വിറക് വെച്ചിട്ടുള്ള ബേക്ക് ചെയ്യുന്ന അടുപ്പും ഒന്നും ഇല്ലാതിരുന്ന കാലത്തും എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു കേക്കുണ്ട്. ആ കേക്കിനെ പറ്റിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. അതാണ് വെട്ടുകേക്ക്. വെട്ടുകേക്കിനെ പറ്റിയുള്ള വിശേഷം കാണാം അത് അടുത്ത വീഡിയോയിൽ. നമസ്കാരം.